ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്കു കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ, യേശുവിൻ്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാം. ആരാധിച്ചാൽ ദൈവത്തിൻ്റെ വിടുതൽ കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ കരുതൽ കാണാം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീതിമാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പാ, സുബോധത്തോടും ആരോഗ്യത്തോടും ഒരു പുതിയ ദിവസത്തിലേക്ക് എഴുന്നേൽപ്പിച്ചതോർത്ത് നന്ദി പറയട്ടെ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ കാണുന്നവൻ അവിടുന്ന്. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടത് നിശ്ചയമാ. ഹൃദയം നുറങ്ങിയിറക്കി യഹോവ സമീപസ്ഥന, മനസ്സ് തകർന്നവരെ അവിടുന്ന് വിടുവിക്കുന്ന ദൈവമാകിയാൽ അപ്പൻ്റെ പാദപീഠം ചേർന്ന് കടന്നു വരുന്ന ഓരോ മക്കളുടെ പേരും അവിടുത്തെ കരുണയുടെ കരം നീട്ടി സഹായിക്കുമാറാകണം നടിനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അത്ഭുതാതിശയമായി ഞങ്ങളെ നടത്തിയല്ലോ. ആപത്തിലും രോഗത്തിലും വൻപ്രയാസത്തിലും കൂടെ നിന്ന കർത്താവ് ഞങ്ങൾക്ക് നല്ലവനായി വലിയവനായി കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിച്ചു. വീണ്ടും നടത്തുവാൻ സർവ്വസമ്പന്നനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ സമർപ്പിച്ചു തരികയാണ്. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലിയിലായിരിക്കുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം കർത്താപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. നാഥാ, ഇന്ന് വരെ നിയന്ത്രിച്ച് നടത്തിയാൻ അവിടുന്ന് വീണ്ടും ഞങ്ങളെ സഹായിപ്പാൻ സർവ്വശക്തനാ. ബലമുള്ള കരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, വിദ്യാഭ്യാസത്തെ മാനിക്കണമേ, ശ്രേഷ്ഠകരമായ വിധത്തിൽ അവരെ നടത്തണമേ. കർത്താവേ, പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ പേരും കരുണ ഇറങ്ങണമേ. പ്രത്യേകിച്ച് ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ, മറ്റു വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്ന മക്കൾ, BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിന് പഠിക്കുന്ന മക്കൾ, OIT IELTS പഠിക്കുന്നവർ, വൊമിറ്റി പരീക്ഷയ്ക്കും ഹാർട്ടിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ, കർത്താവേ, നീ ഒരു കരുണ തോന്നി മനസ്സലിഞ്ഞ് അത്ഭുതം ചെയ്ത് ജയത്തോടെ നടത്തണം. ആഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ട് നിർത്തിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കട്ടെ. എൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹിക്കപ്പെട്ട വാതിൽ അവർക്ക് മുൻപിൽ തുറന്നു കൊടുത്താട്ടെ. ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടെ. വഴിവാതിൽ തുറന്നാട്ടെ, അത്ഭുതങ്ങളെ ചെയ്താട്ടെ. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തിലും ആരോഗ്യത്തിലും സൂക്ഷിച്ചുകൊള്ളണേ. നല്ല പ്രതിഫലം കൊടുത്ത് മാനിച്ചോണേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മക്കൾക്ക് കർത്താവ് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാനും സഹായിച്ചാട്ടപ്പാ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ കാത്തുകൊള്ളണേ കർത്താവെ, തലമുറ നൽകി അനുഗ്രഹിച്ചാട്ട്. ഗർഭിണികളായിരിക്കുന്ന മക്കളെയും ഉള്ളം കരുത്തിൽ വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ തമ്പുരാനവരുടെ ബുദ്ധിമുട്ട് തീർത്തു കൊടുത്തേ മതിയാകൂ. ദൈവമായ കർത്താവെ, ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. എൻ്റെ ദൈവം അവർക്ക് പാർക്കുവാൻ ഭവനം ഒരുക്കിക്കാട്ടെ. ദൈവമായ കർത്താവെ, ഭവനം പണിതുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാൻ ഇടയാക്കണം. ആമേൻ. അടിസ്ഥാനപ്പെട്ട ജീവിതങ്ങൾക്ക് അത് കെട്ടിപ്പൊക്കി വാസയോഗ്യമാക്കി തീർക്കണം. എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർക്കുവാൻ സർവ്വസമ്പന്നൻ അവിടുന്നാകാൻ ബലമുള്ള കരങ്ങളിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഏൽപ്പിച്ച് തരുന്ന കർത്താവെ, ഈ സമയം പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെയും കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനവും അനുഗ്രഹം അവരുടെ മേൽ പകർന്നാട്ട് കർത്താവെ. ഈ സമയം ദൂരത്തും ചാരത്തുമായ എല്ലാവരെയും ഓർക്കുന്നു. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്ന കർത്താവെ, എല്ലാവരെയും സംരക്ഷിച്ചാട്ട്. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ, ഞങ്ങളുടെ പൈതങ്ങളെ കർത്താവ് വളർത്തി തരണമേ. ശത്രു കാണാതെ ദുഷ്ടപിശാചത്തോടെ ആ സ്വർഗ്ഗം സൂക്ഷിക്കണമേ കർത്താവ്. ഈ സമയം ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരുന്ന ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവർ, അയ്യോ കൈകാലുകൾക്ക് കർത്താവെ അതിവേദനകളാൽ ഭാരപ്പെടുന്നവർ, തളർച്ചയാൽ കിടക്കുന്നവർ കർത്താവെ, വീൽ ചെയറിലും കിടക്കകളിലായിരിക്കുന്നവർ കർത്താവ്, ആശുപത്രി മുറികളിലും ICUവിലും CCയിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ, ദൈവമായ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, പനിയാലോ ചുമയാലോ ശ്വാസതടസ്സാൽ ഭാരപ്പെടുന്നവർ, തൈറോയിഡുള്ളവർ, അലർജിയുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, ശരീരമാസകല അധികഠിനമായ ചൂടും വേദനയുമുള്ളവർ കർത്താവെ,
ഹാലേലുയ്യ കർത്താവേ സ്തോത്രം. ഹാലേലുയ്യ. ഷുഗറും പ്രഷറുമുള്ളവർ, കൊളസ്ട്രോളുള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ളവർ, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങളുള്ളവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരെ, ദൈവമായ കർത്താവെ ഉറക്കമില്ലാത്ത ജീവിതങ്ങളെ ആമേൻ എല്ലാവരെയും തിരുമുൻപാകെ സമർപ്പിച്ചു തരുന്ന രോഗിക്ക് വൈദ്യൻ അവിടുന്ന്, ആ രോഗം നീക്കുന്ന മരുന്ന് അവിടുന്ന്. അപ്പാ മനസ്സലിയണമേ, ഓരോ മക്കളോടും കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലേലുയ്യ കർത്താവേ, അങ്ങയുടെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന തൻ്റെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അറിയിക്കണമേ. എല്ലാ സങ്കടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും ഏറ്റെടുക്കണമേ കർത്താവേ. ആമേൻ. ഹാലേലുയ്യ. എങ്ങും നോക്കിയാൽ ഒരു സ്വസ്ഥതയും സമാധാനമില്ല. അലമുറയിട്ട് കരയുന്ന ജീവിതങ്ങളുടെ നടുവിലാണ് ഞങ്ങൾ പാർക്കുന്നത്. നിന്റെ സമാധാനം ഓരോ ഹൃദയത്തിനും നൽകി സഹായിച്ചാട്ട്. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരോട് കരുണ കാണിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവ് മനസ്സിലെയും കരുണയുമുള്ള ദൈവമാ. ഹാലേലുയ്യ കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ശാരീരികമായും മാനസികമായും ആത്മീയമായും ഭൗതികമായ സർവ്വത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കഷ്ടനഷ്ടങ്ങളും നിങ്ങളെ വീണ്ടെടുത്തോണേ കർത്താവേ. ഹാലേലുയ്യ. നന്ദി നന്ദി കർത്താവേ. സ്തോത്രം 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 കർത്താവേ. ഈ സമയം കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണേ, ചുറ്റുപാടുകളെ അയൽകുടുംബങ്ങളെ അനുഗ്രഹിക്കണേ, സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാലേലുയ്യ. ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ മക്കളെയും ഞങ്ങൾ ചാർത്ത് വയ്ക്കുന്നു കർത്താവേ. കഷ്ടത്തിൽ കൂടിയും വേദനയിൽ കൂടിയും കടന്നു പോകുന്നവരെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ സ്തോത്രം സ്തോത്രം. എല്ലാ മക്കളെയും സ്വർഗം സംരക്ഷിക്കും, നിശ്ചയമായും മാനിക്കും. അവിടുത്തെ കൃപയുടെ കരം ഓരോ മക്കളെയും ചാർത്ത് പിടിക്കും. ഞങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഹാലേലുയ്യ കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നു. സ്വർഗീയ സമാധാനത്താൻ സന്തോഷത്തോടെ ഞങ്ങളെ നിറച്ചാട്ട്. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി പറയുക, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ.